ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിലെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139060370. കഥ വ്യത്യസ്തനായ ഒരു അധ്യാപകൻ തുടരുന്നു. ശിവരാമൻ കമ്പ്യൂട്ടറിൻ്റെ ഘടനയെയും അതേപോലെ മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെയും താരതമ്യം ചെയ്യുന്നതിനാണ് ശ്രമിക്കുന്നത്. കമ്പ്യൂട്ടറിൽ 3 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, 2 സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU, 3 ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റിലൂടെ പ്രശ്നങ്ങൾ ടൈപ്പ് ചെയ്ത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ആ പ്രശ്ന പരിഹാരം ഔട്ട്പുട്ട് യൂണിറ്റിൽ ഡിസ്പ്ലേ ചെയ്തോ അഥവാ പ്രിൻ്റ് ആയോ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മനുഷ്യ ശരീരഘടനയ്ക്ക് തുല്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ണ്, വായ എന്നിവ ആണ്. ഈ അവയവങ്ങൾ ഉപയോഗിച്ച് എന്താണോ പ്രശ്നം അത് മനുഷ്യ ബുദ്ധിയിലേക്ക് എത്തിക്കുന്നു. മനുഷ്യ ബുദ്ധി കമ്പ്യൂട്ടറിൻ്റെ CPU പോലെ ആണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ മനുഷ്യ ബുദ്ധിയിൽ ഈ പ്രശ്നത്തിന് ഉത്തരം ഉണ്ട് എങ്കിൽ അത് അവലോകനം ചെയ്ത ശേഷം ഞരമ്പുകളിലൂടെ കൈകളിലേക്ക് എത്തിക്കുന്നു. കൈകൾ ചലിക്കുന്നത് അനുസരിച്ച് ഉത്തരങ്ങൾ പേപ്പറിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതായത് യഥാർത്ഥമായ മനുഷ്യ ശരീരത്തിന് തുല്യമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. യഥാർത്ഥ ശരീരത്തിലെ ബുദ്ധിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് 2 മാർഗങ്ങളേ ഉള്ളൂ: എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്ന്. അങ്ങനെ മനുഷ്യ ബുദ്ധിയെ വിവരങ്ങൾ ശേഖരിക്കത്തക്ക രീതിയിൽ പ്രാപ്തമാക്കിയാലേ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായി കഴിയുകയുള്ളൂ. കമ്പ്യൂട്ടറിൽ ആണെങ്കിൽ അത് നേരത്തെ തന്നെ അത് വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് ആണ്. ആയതിനാൽ കമ്പ്യൂട്ടറിനെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മനുഷ്യ ശരീരം അവഗണിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ് എന്ന് പറയാതെ വയ്യ. വായന, എഴുത്ത് എന്നിവ ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യനും ഈ കാലഘട്ടത്തെ ജീവിക്കുവാനായി സാധ്യമല്ല. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഫലം ആയിട്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ അവർ മറ്റ് മാർഗങ്ങൾ തിരയുന്നത്. ആയതിനാൽ മനുഷ്യ ശരീരത്തെ പ്രാപ്തമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന രീതിയിലുള്ള
ഒരു പഠനക്രമം ഉണ്ടായാൽ മാത്രമേ ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ സമാധാനപരമായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ശിവരാമൻ അടിവരയിട്ട് പറയുന്നു. തുടരും.